Kadai Kamal Embroidery stitch ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞാൻ ഈ ഒരു തുണിയിൽ കുറച്ച് പോർഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ ആണ് നമ്മൾ ഇന്ന് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഈ രണ്ട് ഫ്ലവറും കൂടെ നമുക്ക് ഈ ഇന്നത്തെ ട്യൂട്ടോറിയൽ ചെയ്തെടുക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. പാറ്റേൺ വരയ്ക്കാനായിട്ട് ഏറ്റവും ഈസി മെത്തേഡ് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു കോമ്പസ് വെച്ചിട്ട് സർക്കിൾ വരച്ചു കൊടുക്കാം. ഈ ഒരു സർക്കിളിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സർക്കിൾ വരയ്ക്കാതെ ആയാലും വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതേ ഗ്യാപ്പ് ഇട്ട് തന്നെ അടുത്ത ചെറിയ പോർഷൻസ് വരച്ചെടുക്കാം. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ലെങ്ത്ത്, അതായത് ഇതിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കണം, ഇതിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കണം. പിന്നെ തുന്നി കൊടുക്കുമ്പോൾ ഇത്രയും എല്ലാം സെൻറ്ററിലേക്ക് നമുക്ക് നൂല് കോർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീക്കി തുന്നി കൊടുക്കാം. ഏകദേശം ഇതേപോലെ തുന്നിയാൽ കുഴപ്പമില്ല. ഇനി ഇപ്പം നിങ്ങൾക്ക് തോന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് പാറ്റേൺ വരയ്ക്കാണെന്ന്. പക്ഷേ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒരു എക്സാക്റ്റ് ഏകദേശം കിട്ടും. അപ്പോൾ ഇത് ട്രേസ് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു ഇതിൽ വരച്ചിട്ടുള്ളത്, കാണാൻ പറ്റുമായിരിക്കും. ഇനി നമുക്ക് നൂലും സൂചിയൊക്കെ എടുത്തിട്ട് പാറ്റേൺ ചെയ്ത് തുടങ്ങാം. ഈ എംബ്രോയിഡറിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇത് നമുക്ക് നൂല് കട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. പിന്നെ നമുക്ക് വേണ്ടത് സൂചി, പിന്നെ കുറച്ച് ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വെക്കാനായിട്ട്. പിന്നെ നൂല് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ എംബ്രോയിഡറി ത്രെഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എല്ലാ കളറും കൂടെ മെടഞ്ഞിട്ട് വെച്ചിരിക്കുക. ഇതാവുമ്പോൾ കെട്ടുപിടയാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഒരു വശത്ത് ഒരു നൂലിൻ്റെ ഭാഗത്ത് മാത്രമേ കെട്ടിടുന്നുള്ളൂ. ബാക്കി നൂല് കോർത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അത് ഊരിപ്പോരാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് ലെങ്ത്ത് അത്യാവശ്യം നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സെൻറ്ററിൽ നിന്ന് എടുക്കാം. ഇനി ഈ ഒരു ഇതളാണ് ഫസ്റ്റ്. ഇതളിൻ്റെ ഒരു സ്കെൽട്ടൺ പോലത്തെ ഒരു പോർഷനാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ടൈറ്റായിട്ട് തുണി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ടൈറ്റിൽ വരത്തില്ല, നൂലൊക്കെ ലൂസായി പോകും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആയല്ലോ. ഇനി നമ്മൾ താഴേക്കല്ല എടുക്കേണ്ടത്, തൊട്ടിപ്പുറത്തെ ഇതിലോട്ട്, അതായത് തൊട്ടിപ്പുറത്തെ വരയിലെ തുമ്പത്തോട്ടാണ് എടുക്കേണ്ടത്. ഇനി പിന്നെ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാം. ഇനി നമ്മൾ എടുക്കേണ്ടത് ഇവിടേക്കല്ല എടുക്കേണ്ടത്, അതായത് തൊട്ടടുത്തിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ കുത്തിയെടുക്കുക. അല്ലെങ്കിൽ നൂല് അത്രയും വേസ്റ്റ് ആയി പോകുമല്ലോ, ബാക്കിൽ ഇത്തിരി കുളമായിപ്പോവും. നമ്മൾ തിരിച്ച് നോക്കുമ്പോൾ അത് നമ്മൾ എടുത്ത് തെറ്റിപ്പോയിന്ന് അപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ ആദ്യമേ നമ്മൾ ചുരുക്കി നൂല് എങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ കുത്തിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇത് മുഴുവനും ചെയ്ത് തീർത്തിട്ടുണ്ട്. ബാക്കിൽ നിന്നിട്ട് ഒരു കെട്ടിട്ടു, പുതിയ നൂല് സൂചിയിൽ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇതള് ചെയ്ത് തുടങ്ങാം. ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുത്തിയെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുത്തിയെടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മേലെ കൂടെ നൂലെടുത്തിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ എടുക്കുന്നു, ഇതിൻ്റെ താഴെ കൂടെ എടുക്കണം. പിന്നെ ഓരോന്ന് വിട്ട് താഴേക്കും മേലേക്കും ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഒരു ലെയർ വന്നിട്ടുണ്ട്. അമർത്തി കൊടുക്കാം. ഇവിടുന്ന് അധികം നീങ്ങി പോരാൻ പാടില്ല, പക്ഷെ ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല. ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ നൂല് താഴെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ നൂലിൻ്റെ താഴെയാണ് ഇപ്പോൾ നമുക്ക് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളപ്പോൾ മേലെ കൂടി എടുക്കണം. ഇതിൻ്റെ മേലെ കൂടി എടുത്തിട്ട് സെക്കൻഡ് സ്ട്രാൻഡിൻ്റെ താഴെ കൂടി എടുക്കാം. അതേപോലെ നേരത്തെ ചെയ്ത പോലെ ഓപ്പോസിറ്റ് താഴെ കൂടെ മേലെ കൂടി എടുത്ത് പോകാം. ഇതേപോലെ നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന ഏറ്റവും ചെറിയ നൂല് കോർത്ത് വെച്ചതില്ലേ നേരത്തെ, അത് തീരുന്ന വരെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഈ ഫസ്റ്റത്തെ ലൈൻ കഴിയാറായി. എന്നാലും നമ്മൾ ഈ ലൈൻ കാണാതാവുന്ന വരെ നമ്മൾ ചെയ്യണം, എന്നാലേ അതിനൊരു വൃത്തി കിട്ടത്തുള്ളൂ. ഈ ആദ്യം കൊടുത്ത ലൈനുകൾ താഴെ ആയിപ്പോണം, അത് കാണാനേ പാടില്ല. അപ്പോൾ ഈ വശം ഒരു ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അടുത്ത വശം ഇവിടെ ചെറിയൊരു ഭാഗം കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ലെയർ കൂടെ കൊടുത്തിട്ട് പോവാം. അപ്പോൾ ഈ ഒരു ലൈൻ കഴിയാൻ ഇനി ഒരു ലെയറും കൂടെ മതി. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയാവും. ഇനി ഈ ഒരു ചെറിയ കുനിപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് താഴെ കുത്തിരിക്കാനുള്ള ടൈമായി. ഇനി ഇത് താഴെ ഇട്ടെടുത്തിട്ട് ഇപ്പോൾ ഈ നൂല് താഴെ കിടക്കണേ, ഇനി നമുക്ക് മേലെ കൂടി എടുക്കണ്ടേ. അപ്പോൾ മേലെ കൂടി എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണ്ട, കാരണം ഇവിടെ ഓൾറെഡി ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നടുക്ക് എടുത്തിട്ട് അടിയിലേക്ക് കുത്തിയെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കടായി കമൽ അല്ലെങ്കിൽ കമൽ കടായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇത് ഫുള്ള് ചെയ്തെടുക്കാം. ഓക്കെ, ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സും പിന്നെ കുറച്ച് ഇവിടെ ഈ 2-3 ഭാഗത്തായിട്ട് ലേസി ഡേസി സ്റ്റിച്ചസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഫിനിഷ് ആവും. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് എടുക്കാം. പിന്നെ നിങ്ങളെല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരിയിൽ. അപ്പോൾ അവിടുത്തെ റെക്കോർഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന എംബ്രോയ്ഡറി വർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടുകൂടാ എന്ന് ചിന്തിച്ചിട്ടാണ് ഒരു വീഡിയോ ഇന്ന് ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കമൻറ്റ് ബോക്സിൽ. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.